പത്തനംതിട്ട പോക്സോ കേസിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. 3 പോലീസ് സ്റ്റേഷനുകളിലായി ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 7 എഫ്ഐആറുകൾ. പിടിയിലായത് 20 പ്രതികൾ. ഈ പിടിയിലായ ആളുകളിൽ 3 പേർ +2 വിദ്യാർത്ഥികളാണ്, 2 പേർ മത്സ്യ കച്ചവടക്കാരാണ്, 3 പേർ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ്, 4 പേർ ക്രിമിനൽ കേസിലെ പ്രതികളാണ്. ഈ +2 വിദ്യാർത്ഥികളിൽ ഒരാൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല. മറ്റൊരാൾ എറണാകുളത്ത് ഓയിൽ ആൻഡ് ഗ്യാസ് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുണ്ട്. അതുപോലെ തന്നെ ബയോമെഡിക്കൽ കോഴ്സിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയും അയാളുടെ സഹോദരനും കേസിലെ പ്രതികളാണ്. ഈ പെൺകുട്ടി പഠിച്ച സ്ഥാപനത്തിലെ സഹപാഠികളിൽ ഒട്ടുമിക്ക പേരും ഈ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. SP പറയുന്നത് കേട്ടാൽ, വിജി വിനോദ് കുമാർ പറയുന്നത് കേട്ടാൽ ശരിക്കും ഞെട്ടിപ്പോകും. അന്വേഷണം DYSPയുടെ കയ്യിലും അതുപോലെ തന്നെ പത്തനംതിട്ട DYSP നന്ദകുമാറും അതുപോലെ ഇലവന്തിട്ട ഇൻസ്പെക്ടർ TK വിനോദ് കൃഷ്ണയുമാണ് അന്വേഷണം നടത്തുന്നത്. പെൺകുട്ടിയുടെ മൊഴി ശേഖരിച്ചത് പത്തനംതിട്ടയിലെ വനിതാ SI ആണ്. അത് CWCയുടെ നിർദ്ദേശാനുസരണം വനിതാ SI ആണ് മൊഴി കേട്ടത്. ഇനി ഈ കേസിൻ്റെ ഉള്ളറകളിലേക്ക് ഒന്ന് പോകുന്നത് നന്നായിരിക്കും. എവിടെ നിന്നാണ് ഈ സംഭവം തുടങ്ങുന്നത്? 2019 പെൺകുട്ടിക്ക് 13 വയസ്സ്. സമീപവാസിയായ സുബിൻ എന്ന യുവാവ് ഈ പെൺകുട്ടിയുമായി പരിചയത്തിലാകുന്നു. എന്നിട്ട് ഈ പെൺകുട്ടിക്ക് അന്ന് മൊബൈൽ ഫോൺ കൈവശമില്ല. ശ്രദ്ധിക്കണം, അച്ഛൻ്റെ മൊബൈൽ ഫോൺ രാത്രികാലങ്ങളിൽ ഈ പെൺകുട്ടി ഉപയോഗിച്ചിരുന്നു. ആ മൊബൈലിലെ വാട്സപ്പിലേക്കാണ് അയാളുടെ നഗ്ന ദൃശ്യങ്ങൾ അയച്ചു കൊടുക്കുന്നത്. എന്നിട്ട് പെൺകുട്ടിയോട് അവളുടെ ദൃശ്യങ്ങളും ആവശ്യപ്പെട്ടു. പെൺകുട്ടി ആ ദൃശ്യങ്ങൾ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് കൈമാറി. തുടർന്ന് പട്ടാപ്പകൽ ഈ പെൺകുട്ടിയെ ബൈക്കിൽ കയറ്റി ആളൊഴിഞ്ഞ പ്രദേശത്തെ റബ്ബർ തോട്ടത്തിൽ എത്തിച്ചാണ് ആദ്യമായി പീഡിപ്പിക്കുന്നത്. എന്നിട്ട് ഈ ലൈംഗിക പീഡന ദൃശ്യങ്ങളൊക്കെ ഇയാൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കുകയും ചെയ്തു. തുടർന്ന് ഇത് കൂട്ടുകാർക്ക് കൈമാറി. കൂട്ടുകാർ ഇത് ആസ്വദിക്കുകയും പെൺകുട്ടിയോട് സൗഹൃദം നടിക്കുകയും പെൺകുട്ടിയെ പ്രലോഭനത്തിൽ വീഴ്ത്തി അവരും പീഡിപ്പിച്ചു. പിന്നെ നടന്നത് ബലാത്സംഗ പരമ്പരയാണ്. പെൺകുട്ടിയെ ഫോണിലൂടെ പരിചയപ്പെട്ടവരും സൗഹൃദം സ്ഥാപിച്ചവരും പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് പോലീസ് അന്വേഷണത്തിൽ നിന്ന് പുറത്ത് വരുന്നത്. പെൺകുട്ടിയെ മറ്റൊരു ദിവസം പുലർച്ചെ, അതായത് ഒരു ദിവസം പുലർച്ചെ 2 മണിക്ക് പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി വീടിനടുത്തുള്ള ഷെഡിൽ വെച്ചും പ്രതി പീഡിപ്പിച്ചു. ഇതിൽ 1-ാം പ്രതിയുടെ ബൈക്ക് ഒഴികെ മറ്റ് 2 പ്രതികളുടെ വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ സംഭവത്തിൻ്റെ ആഴമാണ് പ്രധാനം. ഒന്ന്, ഒരു കായിക താരം, സ്കൂൾ തലത്തിലെ കായിക താരം, ആ കായിക താരത്തെ കായിക പരിശീലകൻ ഉൾപ്പെടെ ഈ പരിശീലന ക്യാമ്പിൽ വെച്ച് പീഡനം നടന്നിട്ടുണ്ട്. കുട്ടിയുടെ വീട്ടിൽ വെച്ച് പീഡനം നടന്നിട്ടുണ്ട്. കാറിൽ വെച്ച് പീഡനം നടന്നിട്ടുണ്ട്. അതുപോലെ സ്കൂളിൽ, വീട്ടിൽ, കാറിൽ, പിന്നെ പാർക്കുകളിൽ, അങ്ങനെ പല സ്ഥലങ്ങളിലും വെച്ചാണ് പീഡനം നടന്നിട്ടുള്ളത്. ഇതിനകത്തുള്ളൊരു പ്രതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം വിവാഹ നിശ്ചയം നടക്കാൻ പോകുന്ന ഒരു വ്യക്തി കൂടി ഇതിനകത്ത് പ്രതിയാണ്. റാന്നിയിൽ പിടിയിലായ പ്രതികളിൽ 3 പേരാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ. 2 വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അച്ചൻകോട്ടുമല എന്ന സ്ഥലത്തെത്തിച്ച പെൺകുട്ടിയെ ബലാത്സംഗത്തിന് ഇരയാക്കിയെന്ന ഞെട്ടിക്കുന്ന വിവരം കൂടി കൗൺസിലിംഗ് സമയത്ത് പെൺകുട്ടി കൗൺസിലറോട് പറഞ്ഞു. കഴിഞ്ഞ ഡിസംബർ 6-നാണ് ആദ്യത്തെ കൗൺസിലിംഗ് നടക്കുക. ഡിസംബർ 6-ന് മുന്നേ തന്നെ ഈ പെൺകുട്ടി വിവരങ്ങളൊക്കെ കൗൺസിലർമാരോട് പറഞ്ഞിരുന്നു. സ്കൂൾ തലത്തിൽ പഠിക്കുന്ന സ്ഥാപനത്തിൽ നടന്ന കൗൺസിലിങ്ങിലാണ് പെൺകുട്ടി ആദ്യം പറയുന്നത്. പിന്നെ സമഖ്യയുടെ ആളുകൾ വരുന്നു, അവരുടെ ഇടപെടൽ, പിന്നെ ശിശുക്ഷേമ സമിതിയുടെ ഇടപെടൽ, അതിനുശേഷമാണ് പോലീസിൻ്റെ കയ്യിൽ ഈ കേസ് എത്തുന്നത്. പെൺകുട്ടിയെ ഇപ്പോൾ കോന്നിയിലെ നിർഭയ ഹെൻറി ഹോമിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. ഡിസംബർ 8-നും ഡിസംബർ 13-നും വീണ്ടും പെൺകുട്ടിക്ക് കൗൺസിലിംഗ് കൊടുത്തു. അതായത് ഇത് തീവ്രതയാണ് ഞാൻ പറയുന്നത്. പെൺകുട്ടി ഇത് പറഞ്ഞത് ഇന്നോ ഇന്നലെയോ പൊട്ടിപ്പുറപ്പെട്ട ഒരു ബ്രേക്കിംഗ് ന്യൂസ് അല്ല ഇത്. പെൺകുട്ടി ഡിസംബർ 6-ന്, അതായത് 2024 ഡിസംബർ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ പെൺകുട്ടിയുടെ പഠിക്കുന്ന സ്ഥാപനത്തിൽ നടന്ന കൗൺസിലിംഗ് സമയത്താണ് പെൺകുട്ടി ഇങ്ങനെയുള്ള പീഡന വിവരങ്ങൾ പുറത്ത് പറഞ്ഞ ശേഷം അത് ശിശുക്ഷേമ സമിതിയിലെത്തുന്നു. ശിശുക്ഷേമ സമിതിയിൽ നിന്ന് പോലീസിന് കൈമാറുന്നു. പോലീസാണ് പിന്നെ ഊർജിതമായ അന്വേഷണം. പ്രതികളിൽ പലരെയും പിടികൂടിയത് വീടുകളിൽ നിന്ന് തന്നെയാണ്. കാരണം ഈ മൊഴികളൊക്കെ വിശദമായി പഠിക്കണം. കാരണം വളരെ 64 പേരാണ് ഈ പീഡന കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 64 പേരെയും കസ്റ്റഡിയിലെടുക്കണം, അവരെ ചോദ്യം ചെയ്യണം. അങ്ങനെ ഇത് ഒരു വലിയ സംഭവമാണ്. കേരളം കേട്ടുകേഴ്വിയില്ലാത്ത തരത്തിലുള്ള ഒരു ബലാത്സംഗ കേസാണ് നടന്നിരിക്കുന്നത്. കൂടാതെ SC/ST ആക്ട് അനുസരിച്ചുള്ള വകുപ്പുകളും ഈ കേസിൽ ചുമത്തിയിട്ടുണ്ട്. പോക്സോ കേസിൻ്റെ ആഴം വർദ്ധിക്കുന്നത് 13 വയസ്സ് മുതൽ കുട്ടിക്ക് 18 വയസ്സ് തികയുന്നത് വരെയും പെൺകുട്ടി പോക്സോ അത് പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണ്. 18-ാമത്തെ വയസ്സിൽ വെളിപ്പെടുത്തുമ്പോഴും ഇതിന് മുന്നേ നടന്ന കാര്യങ്ങളൊക്കെ
പീഡനമൊക്കെ തന്നെയും പോക്സോ കേസിൻ്റെ വകുപ്പിൽ വരുന്നതാണ്. ജയിലിടിഞ്ഞാലും പ്രതികൾ പുറത്തു വരാത്ത തരത്തിലുള്ള കുറ്റകൃത്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഭാരതീയ നിയമസംഹിതയൊക്കെ വന്ന ശേഷം ശിക്ഷ കുറെ കൂടി കഠിനമായിട്ടുണ്ട് ഇത്തരം കേസുകളിൽ. അതുകൊണ്ട് തന്നെ പോലീസ് വളരെ വിശദമായ മൊഴിയാണ് രേഖപ്പെടുത്തുന്നത്. ഓരോ മൊഴിയും കൃത്യമായി രേഖപ്പെടുത്തി, അതും പെൺകുട്ടിയുടെ അമ്മയുടെ സാന്നിധ്യത്തിലാണ് മൊഴിയെടുക്കുന്നത്. ഒരു പക്ഷേയെങ്കിൽ ഈ അമ്മയോ അച്ഛനോ ഇത് അറിഞ്ഞിരിക്കാൻ ഇടയില്ല. അവരറിഞ്ഞിരുന്നുവെങ്കിൽ തടയുമല്ലോ. കാരണം പെൺകുട്ടിയെ അവരുടെ കുടുംബ സാഹചര്യങ്ങൾ കൂടി മുതലെടുത്താണ് ഈ ആളുകളൊക്കെ പീഡിപ്പിച്ചിരിക്കുന്നത്. ഈ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഒപ്പം പഠിച്ച ആളുകളൊക്കെ പെൺകുട്ടിയെ വീട്ടിലെ സാഹചര്യം, പെൺകുട്ടിയുടെ സമുദായം, ഇതൊക്കെ കണക്കിലെടുത്ത് പെൺകുട്ടിയെ ചൂഷണം ചെയ്യുകയായിരുന്നുവെന്ന് പോലീസിന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് എല്ലാ ആളുകളും ഒന്നൊഴിയാതെ എല്ലാ ആളുകളെയും പിടികൂടാനുള്ള തീവ്ര ശ്രമത്തിൽ പോലീസ് ഏർപ്പെട്ടിരിക്കുന്നത്. കാരണം ഇത് പുറത്തു വന്നിരുന്നുവെങ്കിൽ ഡിസംബർ മാസത്തിൽ തന്നെ ഇങ്ങനൊരു സംഭവം, കുട്ടി നിർഭയ കേന്ദ്രത്തിലാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പത്തനംതിട്ടയിൽ തന്നെ ലീക്കായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ പ്രതികളിൽ പലരും ഇപ്പോൾ തന്നെ നാട് കടന്നേനെ. കാരണം അതിനുള്ള സാധ്യതകളുണ്ട്. ആ സാധ്യത മറയ്ക്കാനാണ് പോലീസ് ഇത്രയും കാലം. ഇത് അറസ്റ്റ് വരുമ്പോഴാണ് ഈ കേസ് പുറത്തു വരുന്നത് തന്നെ. അറസ്റ്റ് തുടങ്ങുമ്പോഴാണ് കേസിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്ത് ലഭ്യമാകുന്നത്. അതുവരെ പോലീസ് ഇത് രഹസ്യമായി വച്ചിരിക്കുകയും ഇത് കൃത്യമായ അന്വേഷണം നടത്തി പ്രതികളെ ട്രേസ് ചെയ്യുകയും അവരുടെ വാഹനങ്ങൾ ട്രേസ് ചെയ്യുകയും ചെയ്ത ശേഷമാണ് പോലീസ് ഈ പ്രതികളെ പിടികൂടിയിരിക്കുന്നത്. ഇനിയും പ്രതികൾ കൂടും. കാരണം 64 പേരുടെ പട്ടികയുമുണ്ട്. 40 പേരുടെ ഫോൺ കോൺടാക്റ്റും അതുപോലെ തന്നെ മറ്റ് 24 പേരുടെ പേര് വിവരങ്ങളും പെൺകുട്ടി എഴുതി വച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രതികളെല്ലാം കൃത്യമായി പെൺകുട്ടിക്ക് അറിയാം. പെൺകുട്ടി അവരെയൊക്കെ കൃത്യമായി തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നതും. അതുകൊണ്ട് പോലീസ് ഇവരെ ഒന്നൊഴിയാതെ എല്ലാ ആളുകളെയും അഴിക്കുള്ളിലാക്കും എന്നതിൽ സംശയമില്ല. റബ്ബർ തോട്ടത്തിൽ തുടങ്ങി കൂട്ടബലാത്സംഗം, അതുപോലെ സ്കൂള്, കാറ് എന്ന് എവിടെയൊക്കെ വെച്ച് പെൺകുട്ടിയെ ഉപദ്രവിക്കാം. ആളൊഴിഞ്ഞ മിക്കവാറും ഇടങ്ങളിൽ വെച്ച് ഇപ്പോൾ സാഹചര്യം കിട്ടുമ്പോഴൊക്കെ ഈ പ്രതികൾ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നുവെന്ന ഞെട്ടിക്കുന്ന സത്യം പോലീസ് വെളിപ്പെടുത്തുമ്പോൾ അക്ഷരാർത്ഥത്തിൽ കേരളം നടുങ്ങുകയാണ് ചെയ്യുന്നത്. ഒരു ചിട്ടി തുടങ്ങണമായിരുന്നു. എനിക്കൊരു ബൈക്ക് വേണം. അതിവിടെ കിട്ടുമെന്ന് ആരാ പറഞ്ഞേ? സച്ചു പറഞ്ഞല്ലേ ഇവിടെ ചിട്ടി തുടങ്ങിയ ബൈക്ക് കിട്ടുമെന്ന്. അതിനു മുൻ ലൈസൻസ് ഒക്കെ ഉണ്ടോ? എനിക്കല്ല, അച്ഛനാ. ഇപ്പൊ എന്റെ അടുത്ത് ഇത്രയുണ്ട്. അച്ഛന് ബൈക്ക് വാങ്ങാൻ വന്നതാ മോൻ. ഇത്തരം കൊച്ചു കൊച്ചു കരുതലുകളല്ലേ നമ്മുടെ വലിയ സമ്പാദ്യം. ശ്രീ ഗോകുലം ചിറ്റ് ആൻഡ് ഫിനാൻസ്.